സംസ്ഥാനത്ത് തുടർച്ചയായി രണ്ടാം ദിനവും സ്വർണ്ണവില ഉയർന്നു. പവന് 360 രൂപ വർദ്ധിച്ച് 72,520 രൂപയായി. ഇന്നും ഇന്നലെയുമായി പവന് വർദ്ധിച്ചത് 1,200 രൂപ. പാർട്ടി വിടാനുള്ള സാധ്യത അൻവറിനെ നേരത്തെ അറിയിച്ചിരുന്നതായി NK സുധീർ. BJPയിൽ ചേരുമെന്നും നേതാക്കളുമായി ചർച്ച നടത്തിയതായും സുധീർ. മറ്റത്തൂർ കോടാലിയിൽ പഞ്ചായത്ത് ഏറ്റെടുത്ത സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടന്ന് രോഗഭീതി പരത്തുന്നതായി പരാതി. ചെളിവെള്ളത്തിലിറങ്ങി പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് തുടർച്ചയായി രണ്ടാം ദിനവും സ്വർണ്ണവില ഉയർന്നു. പവന് 360 രൂപയാണ് ഉയർന്നത്. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില 72,520 രൂപയാണ്. ഇന്നലെ പവന് 840 രൂപ വർദ്ധിച്ച് സ്വർണ്ണവില 4 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും 72,000 കടന്നിരുന്നു. 32,000 രൂപയോളം കുറഞ്ഞ ശേഷമാണ് 3,200 രൂപയോളം കുറഞ്ഞ ശേഷമാണ് വില വർധന. ഇന്നലെയും ഇന്നുമായി 1,200 രൂപയാണ് പവന് വർദ്ധിച്ചത്. പാർട്ടി വിടാനുള്ള സാധ്യത അൻവറിനെ നേരത്തെ അറിയിച്ചിരുന്നുവെന്ന് NK സുധീർ. PV അൻവറിന് ഇനി UDFിലേക്ക് വരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ദുർബല വിഭാഗങ്ങളെ സഹായിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അൻവറിന്റെ പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്നത്. അൻവർ പാവപ്പെട്ടവരോട് ഏറെ സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ്. BJPയിൽ ചേരുമെന്ന് NK സുധീർ പറഞ്ഞു. നേതാക്കളുമായി ചർച്ച നടത്തി രാജ്യം വെല്ലുവിളി നേരിടുമ്പോൾ BJPക്കൊപ്പം നിൽക്കണമെന്ന് NK സുധീർ. ഞാൻ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. ഞാൻ മിക്കവാറും പാർട്ടി വിടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു എന്താ അങ്ങനെ ഒരു തീരുമാനം. ഞാൻ പറഞ്ഞു ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ദുർബല ജനവിഭാഗങ്ങളെ രക്ഷിക്കാൻ ഈ പാർട്ടിയിൽ നിന്ന് കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം പ്രത്യേകിച്ചും ഞാനൊക്കെ UDFിലേക്ക് വരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരാളാണ്. UDFിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ പഴയ കോൺഗ്രസ്സുകാരോടും അല്ല നേതാക്കളോടൊക്കെ ഒരു വലിയ അടുപ്പം ഉള്ളൊരാളും കൂടിയാണ് ഞാൻ. അപ്പോൾ നമുക്ക് അവരോട് സഹകരിച്ച് പോകാൻ കഴിയുമെന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനി അടഞ്ഞ അധ്യായമായെന്നാണ് എനിക്ക് മനസ്സിലായത്. UDFിലേക്ക് അൻവറിന് വരാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും പാവപ്പെട്ട ജനവിഭാഗങ്ങളോട് ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം UDF എടുക്കേണ്ടതാണ്. പക്ഷേ എന്തോ ചെറിയ കാരണങ്ങളാൽ UDF എടുക്കുന്നില്ല. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. അൻവറിന്റെ UDF പ്രവേശം നടക്കാതെ പോയതാണോ താങ്കൾ പാർട്ടി വിടാനുള്ള കാരണം? അല്ല, UDFിൽ വരണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആഗ്രഹം ഉണ്ടായിരുന്നു. കേരളത്തിലെ മുഴുവൻ ഈ തൃണമൂൽ കോൺഗ്രസ് നിൽക്കുന്ന പ്രവർത്തകർക്കും നേതാക്കൾക്കും എല്ലാവർക്കും. പക്ഷേ അതിലേക്ക് വരുന്നില്ല കാര്യങ്ങൾ. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അടുത്തെന്താ പരിപാടി? ഞാൻ മിക്കവാറും BJPയിൽ ചേരാൻ സാധ്യതയുണ്ട്. ചർച്ചകൾ കഴിഞ്ഞിട്ടൊന്നുമില്ല. ചർച്ചകൾ തുടങ്ങാൻ പോകണമെന്ന് പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആരടുത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്? സംസ്ഥാന പ്രസിഡന്റോടും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളോടും. ഒരു ഓഫറുമില്ല, ഒരു കണ്ടീഷൻസും ഇല്ലാതെയാണ് ഞാൻ BJPയിൽ ചേരുന്നത്. ഈ BJPയുടെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ പ്രതിസന്ധി നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെ നീങ്ങുന്നതാണ്. കാരണം അതിർത്തി കടന്നുള്ള ഭീകരവാദം നമ്മുടെ രാജ്യത്തെ തളർത്തുകയാണ്. ഈ സമയത്താണ് നമ്മളെല്ലാവരും ഒരുമിച്ച് യുണൈറ്റഡായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങൾക്ക് ശക്തി പകരാൻ നൽകേണ്ട ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ്. സംസ്ഥാന പ്രസിഡന്റിനോട് പറഞ്ഞ പ്രതികരണം എന്തായിരുന്നു? സംസ്ഥാനം അങ്ങനെ എനിക്ക് BJP ചേരണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവോട് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും അനുകൂല നിലപാടാണ് അവരുടെ. ഈ അമിത്ഷാ വരുമ്പോൾ ഈ 13-ാം തീയതി അമിത്ഷാ വരുന്നുണ്ട്. അന്ന് ചേരാനുള്ള സാധ്യതയുണ്ടോ? ഞാൻ 13-ാം തീയതി മിക്കവാറും മെമ്പർഷിപ്പ് എടുക്കാൻ സാധ്യതയുണ്ട്. 13-ാം തീയതി അത് അമിത്ഷായുടെ കയ്യിൽ നിന്നാണോ? മിക്കവാറും അമിത്ഷായുടെ കയ്യിൽ നിന്നായിരിക്കും. പിന്നെ ഇനി കോൺഗ്രസ്സൊക്കെ തിരിച്ചു പോകാന്നുള്ളതാണ് ആലോചിക്കുന്നില്ല? ഇല്ല, കോൺഗ്രസ് ഒക്കെ അടഞ്ഞ അധ്യായമാണ്. അല്ല, നിങ്ങൾക്ക് UDFിലേക്ക് കയറണമെന്ന് ആഗ്രഹിച്ച ഒരാൾ പിന്നെ BJPയിലേക്കല്ലല്ലോ പോവാ, കോൺഗ്രസിലേക്കല്ല തിരിച്ചു പോവാം. പ്രസക്തി നഷ്ടപ്പെടുന്നു കോൺഗ്രസിന്റെ. അല്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞത് UDFിലേക്ക് തിരിച്ചു പോകണമായിരുന്നു ആഗ്രഹം. അത് നടക്കാതെ ഇപ്പൊ വിട്ടു. പക്ഷെ അങ്ങനെ വെച്ച് നേരെ കോൺഗ്രസിലല്ലേ ചേരുന്നത്? ഒരിക്കലുമില്ല. കോൺഗ്രസൊക്കെ ശരിക്കും ഇപ്പോൾ ഒരു അടഞ്ഞ അധ്യായം മാറിയാണ്. കാരണം ഒരു വികസന പ്രവർത്തന കാര്യങ്ങൾ നേതൃത്വം നൽകാൻ അവർ കഴിയുന്നില്ല. ഈ സതീശൻ പറയും 100 സീറ്റ് കിട്ടുമെന്ന് പറയുന്നത്. എവിടെ നിന്ന് 100 സീറ്റ് കിട്ടും? ഈ അൻവർ വിചാരിച്ചിരുന്നെങ്കിൽ ഈ നിലമ്പൂർ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചാൽ 65,000-ലധികം വോട്ട്
ഉള്ള ഒരു സ്ഥലത്ത് ഒരു ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അവിടെ അവർ ജയിച്ചത് എത്ര 10-15 വോട്ടിനാണ് ജയിച്ചത്. അപ്പോൾ ഒരു 5000 വോട്ട് അൻവർ മറിച്ചിരുന്നെങ്കിൽ അവിടെ LDF ജയിക്കുമായിരുന്നു. അടുത്ത നിയമസഭാ സംവിധാനത്തിൽ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ടോ? ഇല്ല, അതൊക്കെ അവരുടെ പാർട്ടി നേതൃത്വം തീരുമാനിക്കാൻ എനിക്കറിയില്ല. താങ്കൾ ലോകസഭയിലേക്ക് മത്സരിച്ചുള്ള ഒരു എക്സ്പീരിയൻസ്? അതൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ അച്ചടക്കമുള്ളൊരു സാധാ പ്രവർത്തനം. അതാ ഞാൻ പറഞ്ഞില്ലേ, ഒരു കണ്ടീഷൻസും ഞാൻ വെച്ചിട്ടില്ല BJPക്ക്. സാധാ ഓർഡിനറി പ്രവർത്തകനായിട്ട് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വെറും മെമ്പർഷിപ്പ് മാത്രം, വേറെ ഭാരവാഹിത്വം പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ മറ്റത്തൂർ പഞ്ചായത്തിന്റെ വ്യാപാര സ്ഥിരാകേന്ദ്രമായ കോടാലിയിൽ പഞ്ചായത്ത് ഏറ്റെടുത്ത സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടന്ന രോഗഭീതി പരത്തുന്നതായി പരാതി. ടാക്സി സ്റ്റാൻഡ്, ബസ് കാത്തിരിപ്പ് കേന്ദ്രം, വനിതാ ജിംനേഷ്യം, പൊതു ടോയ്ലറ്റ്, മത്സ്യമാംസ വിപണന കേന്ദ്രങ്ങൾ എന്നിവ സ്ഥിതി ചെയ്യുന്നതിന് സമീപത്താണ് വെള്ളം കെട്ടിക്കിടക്കുന്നത്. വെള്ളക്കെട്ട് പരിഹരിച്ച് രോഗം പടരുന്ന സാഹചര്യം ഒഴിവാക്കാൻ നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ചെളിവെള്ളത്തിൽ ഇറങ്ങി നിന്ന് സമരം നടത്തി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി നൈജോ ആന്റോ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ, സിജിൽ ചന്ദ്രൻ, ബ്ലോക്ക് സെക്രട്ടറി KA ഹനീഫ, ബൂത്ത് പ്രസിഡന്റ് സിബി വാസുപുരം, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ലിനോ മൈക്കിൾ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ PWD റോഡിലെ കുഴി വാഹനയാത്രികർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. വാഹനത്തിരക്കേറിയ ഓൾഡ് NH റോഡിൽ വടക്കേ നടയിലാണ് വലിയ കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. ദേശീയപാതാ നിർമ്മാണം നടക്കുന്നതിനാൽ ബൈപ്പാസ് ഒഴിവാക്കി നഗരത്തിലൂടെയാണ് ഒട്ടുമിക്ക വാഹനങ്ങളും കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൽ വർധനവും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസത്തിലധികമായി റോഡിന് നടുവിൽ കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് കുഴി ഏറെ ഭീഷണിയായി മാറിയിട്ടുള്ളത്. ഇത് ചുരുങ്ങിയതൊരു 3-4 മാസത്തോളമായിട്ടുണ്ട് ഇതാണ് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നത്. ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ട് ഞങ്ങൾ വേണം ഓരോരുത്തരെ പൊട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പഠിക്കും. ഞങ്ങൾക്ക് ഡ്രൈവർമാരാണ്. ഒരു പ്രാവശ്യം വന്ന് അവർ അടച്ചു പോയി, ആ മഴയത്ത് വെള്ളത്തിൽ അടച്ചു പോകും. പിന്നെ 2 ദിവസം പിന്നെയും പൊളിക്കുകയാണ്. ഇതിന് ശാശ്വത പരിഹാരം PWD ഉണ്ടാവണം. നേരത്തെ നാഷണൽ ഹൈവേ ആയിരുന്ന റോഡ് ഇപ്പോൾ PWDയുടെ കീഴിലാണുള്ളത്. അധികൃതർ കാണാത്ത ഭാവം തുടരുമ്പോൾ നടുറോഡിലെ വലിയ കുഴി നാട്ടുകാർക്ക് ചതിക്കുഴിയാവുകയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. വടക്കൻ കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. മറ്റ് ജില്ലകളിൽ മിതമായ മഴ ലഭിക്കും. ശനിയാഴ്ച വരെ വടക്കൻ ജില്ലകളിൽ പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മുൻ മുഖ്യമന്ത്രി മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാൻ ചികിത്സ തുടരുകയാണ്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നിർദ്ദേശിച്ചതനുസരിച്ച് ഡയാലിസിസ് നൽകുന്നുണ്ട്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. തിരുവല്ലാമല കുത്താമ്പുള്ളി തെരുവിലെ ആൾതാമസമില്ലാത്ത പഴയ വീട് വഴിയാത്രികർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഭീഷണിയായി മാറുന്നു. കുത്താമ്പുള്ളി തെരുവിലെ റോഡ് സൈഡിനോട് ചേർന്ന് നിൽക്കുന്ന അപകടാവസ്ഥയിലുള്ള വീടാണ് സൈഡ് ഇടിഞ്ഞ റോഡിലേക്ക് മണ്ണ് വീണ് വാഹനങ്ങൾക്ക് കടന്നുപോകാനാകാത്ത സ്ഥിതിയിലുള്ളത്. പഞ്ചായത്തിലൊക്കെ പറഞ്ഞതാണ്, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വന്ന് പറയുകയും ചെയ്തു. ഇവരൊന്നും അതിനെപ്പറ്റി ഒന്നും ഇതാക്കണില്ല. ഇപ്പോൾ അത് ചുമര അങ്ങനെ ഇടിഞ്ഞ് വീണിരിക്കുക. ഇനി എപ്പോൾ വേണമെങ്കിലും മോളിൽ അങ്ങനെ ഒരുമിച്ച് വീഴാനുള്ള സാധ്യത കൂടുതലുണ്ട്. മണ്ണും ഒക്കെ ചെവരൊക്കെ വീഴാൻ തുടങ്ങി. നമുക്ക് ഈ നടക്കുന്ന വഴിയിൽ ബുദ്ധിമുട്ടുണ്ട്, നടക്കാനും പറ്റുന്നില്ല. കുട്ടികളൊക്കെ ഉള്ളതാണ്. 5 വീട്ടുകാർ ഈ വഴി കൂടിയാണ് പോകുന്നത്. അപ്പം പറഞ്ഞിട്ട് ഒന്നും അവർ കണ്ടില്ല. എന്നിട്ട് ചെമ്പറും കുറച്ച് ഇടിഞ്ഞ് വീണത് ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ കഴിഞ്ഞല്ലേ അതൊന്ന് നോക്കി ചെയ്യണമ്മ. വീടിന്റെ മുകളിൽ നിന്ന് ഓടുകൾ സമീപത്തുള്ള വീട്ടിലേക്കും റോഡിലേക്കും വീഴുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. തിരുവല്ലാമല പഞ്ചായത്തിലും പഴയന്നൂർ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടികളും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയും. KSSPU തെക്കുംകര യൂണിറ്റിന്റെ സ്പെഷ്യൽ കൺവെൻഷൻ നടന്നു.
കരിമത്രയിൽ ഓഫീസ് കെട്ടിടത്തിൽ നടന്ന കൺവെൻഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് കെ കെ ഭരതൻ അധ്യക്ഷത വഹിച്ചു. പുതിയ മെമ്പർമാർക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. ജില്ലാ കമ്മിറ്റി അംഗം തോമസ് എം മാത്യു, ബ്ലോക്ക് പ്രസിഡന്റ് എം ജെ അഗസ്റ്റിൻ, വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുള്ള, എം എൻ കൃഷ്ണൻകുട്ടി, ഏലിയാമ്മ, ജോസ് ആൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. ഒലൂർ സെന്റ് വിൻസെന്റ് ഡി പോൾ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് ഡേ ആചരിച്ചു. ആശുപത്രിയിൽ സേവനം ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സിനും സമ്മാനങ്ങൾ നൽകി. അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ സ്റ്റെഫി ആദരിച്ചു. സെന്റ് റാഫേൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഡോക്ടർമാർക്ക് പൂച്ചെണ്ടുകൾ നൽകി. ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ ജൂലൈ 8 നടത്തുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമരത്തിന്റെ പ്രചരണാർത്ഥം തൃശൂർ ജില്ലാ പ്രസിഡന്റ് പി എം ഷമീർ നയിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് തൃശൂരിൽ സ്വീകരണം നൽകി. AKCA സംസ്ഥാന സെക്രട്ടറി കെ കെ കബീർ ഉദ്ഘാടനം നിർവഹിച്ച ജാഥ ചേലക്കര, ചെറുതുരുത്തി, വടക്കാഞ്ചേരി, എരുമപ്പെട്ടി, അത്താണി, തൃശൂർ കോർപ്പറേഷൻ, ശക്തൻ സ്റ്റാൻഡ്, കിഴക്കേക്കോട്ട എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി മണ്ണുത്തിയിൽ സമാപിച്ചു. വാഹന പ്രചരണ ജാഥയ്ക്ക് ജില്ലാ ജനറൽ സെക്രട്ടറി ബാലൻ കല്യാണി, ജില്ലാ ട്രഷറർ അബ്ദുൾ അസീസ്, സംസ്ഥാന ട്രഷറർ MG ശ്രീവത്സൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജീജൻ മത്തായി, സംസ്ഥാന ഭരണസമിതി വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് ചന്ദ്രബോസ് തുടങ്ങിയവർ പങ്കെടുത്തു. 3 ദിവസങ്ങളായി നടക്കുന്ന ജാഥ നാളെ വൈകിട്ട് ചാലക്കുടിയിൽ സമാപിക്കും. എടക്കഴിയൂർ SSM VHS സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രൊജക്ടിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപകൻ ജോഷി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. SPC ഗുരുവായൂർ ANO സബ് ഇൻസ്പെക്ടർ ശ്രീജി വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രിൻസിപ്പൽ സജിത്ത്, പോലീസ് ഉദ്യോഗസ്ഥരായ DI അഞ്ജലി, PK സിറാജുദ്ദീൻ, PM ഷാജിന എന്നിവർ പങ്കെടുത്തു. എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി കേരള വിമുക്തി മിഷൻ തൃശൂർ ജില്ലാ വിഭാഗം വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് അന്തർദേശീയ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ജില്ലാതല ബോധവൽക്കരണ പരിപാടി തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന അധ്യാപിക KP ബിന്ദു അധ്യക്ഷത വഹിച്ചു. തൃശൂർ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ V സുഭാഷ്, എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ PK സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. CITU തിച്ചൂർ ചേലൂർ യൂണിറ്റിൽ നിന്ന് വിരമിക്കുന്ന തൊഴിലാളി VK ലക്ഷ്മണന് യൂണിയൻ സ്നേഹാദരവ് നൽകി. CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം KK മുരളീധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. തളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, വൈസ് പ്രസിഡന്റ് KK ബാബു, CPM വരവൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MR രതി മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞ ക്ഷേമ ബോർഡിനും ക്ഷേമ പദ്ധതിക്കും 2 വ്യത്യാസം അദ്ദേഹം ഇന്നത്തോടെ സൂചിപ്പിച്ചതുപോലെ BLM ചേലക്കര ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യലും യോഗ ക്ലാസും സംഘടിപ്പിച്ചു. യോഗാചാര്യൻ ആർട്ട് ഓഫ് ലിവിംഗ് സുധീർ കൃഷ്ണ മച്ചാട് യോഗ ക്ലാസ് എടുത്തു. പഠനോപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം സ്കൂൾ പ്രധാന അധ്യാപിക ഉഷ നിർവഹിച്ചു. HLP സ്കൂൾ അധ്യാപകരായ ശ്രീജ, രേഖ എന്നിവർ സംസാരിച്ചു. BLM ചേലക്കര ബ്രാഞ്ചിലെ OM മുഹമ്മദ്, സുമിത, ഷമീർ അലി, അബൂബക്കർ, സൗമ്യ, ഫസലു, റിഷാന എന്നിവർ സന്നിഹിതരായിരുന്നു. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി തൃശൂർ സെന്റ് മേരീസ് കോളേജിൽ സുംബ ഡാൻസ് സംഘടിപ്പിച്ചു. അധ്യാപിക അനുവിന്റെ നേതൃത്വത്തിൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സുംബ ഡാൻസിൽ നിരവധി വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു. ടെൻഷനൊന്നും വേണ്ട, ഞങ്ങൾക്ക് വീഡിയോ കിട്ടുന്നില്ല നിങ്ങളുടെ.
തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കവാടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 20 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ആധുനിക രീതിയിലുള്ള കവാടവും ചുറ്റുമതിലും നിർമ്മിച്ചത്. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. ചോനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്വപ്ന റഷീദ്, വാർഡ് മെമ്പർ വിമല നാരായണൻ, പ്രധാനാധ്യാപിക KL ഷീജ, മുൻ പ്രധാനാധ്യാപിക TK രാജി, PTA പ്രസിഡന്റ് TJ ജെയിംസ് എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ പേരിലും കെട്ടിടം കവാടം ഉള്ളിലേക്ക് വന്ന മരത്താക്കര CJM UP സ്കൂളിൽ മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പൊതുപ്രവർത്തകൻ അലോഷ്യസ് കുറ്റിക്കാട്ട് ക്ലാസ് എടുത്തു. മയക്കുമരുന്ന് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഹെഡ് മിസ്ട്രസ് VK കവിത, അധ്യാപകൻ ബെന്നി C ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ സെന്റ് തെരാസസ് UP സ്കൂളിൽ പ്രതിഭാ പുരസ്കാര സമർപ്പണവും PTA ജനറൽ ബോഡി യോഗവും നടന്നു. CMC എഡ്യൂക്കേഷൻ കൌൺസിലർ സിസ്റ്റർ പ്രസന്ന ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സിജോ മാത്യു അധ്യക്ഷത വഹിച്ചു. അധ്യാപക പ്രതിനിധി മിനു, പ്രധാന അധ്യാപിക സിസ്റ്റർ വിന്നി, മദർ സുപ്പീരിയർ സിസ്റ്റർ ഹൃദ്യ, ഫാദർ ജിയോ ചെരടായി, MPTA പ്രസിഡന്റ് KP പ്രവീണ തുടങ്ങിയവർ സംസാരിച്ചു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. പറപ്പൂർ നാഗത്താൻകാവ് ശ്രീ നാഗരാജ വാസുകി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഈ മാസം 5, 6, 7 തീയതികളിൽ ആഘോഷിക്കും. 5, 6 തീയതികളിൽ 10ഓളം വരുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ സുഹൃത ഹോമം, വേദമുറ ജപം, വാരമിരിക്കൽ എന്നിവ നടക്കും. 7-ന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയനു മനക്കൽ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ശുദ്ധി കലശവും തുടർന്ന് വിശേഷാൽ പൂജകളോടുകൂടി പ്രതിഷ്ഠാദിനാഘോഷവും നടക്കും. തുടർന്ന് പ്രസാദവൂട്ടും വൈകിട്ട് 5 മുതൽ സർപ്പക്കാവ് തന്ത്രി ബ്രഹ്മശ്രീ പാതിരിക്കുന്നത്ത് മനക്കൽ കൃഷ്ണകുമാർ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സർപ്പബലിയും നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. കൊടകര കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ ദുക്രാന തിരുനാളിന് കൊടിയേറി. കൊടകര ഫറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് വിശുദ്ധ കുർബാന, ലതീഞ്ഞ, പ്രദക്ഷിണം എന്നിവ നടന്നു. സഹവികാരി ഫാദർ ആശിഷ് കീരഞ്ചിറ, ജനറൽ കൺവീനർ ഷോജന്റെ വിധേയത്തിൽ കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോസ് കറുകുറ്റിക്കാരൻ, ജോയ് കളത്തിങ്കൽ, ജോജു ചുള്ളി, കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ, ജോയിന്റ് കൺവീനർ വർഗീസ് കളത്തിങ്കൽ എന്നിവർ നേതൃത്വം നൽകി. തിരുനാൾ ദിനമായ വ്യാഴാഴ്ച രാവിലെ 7-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും ഊട്ടുവെഞ്ചിരിപ്പും കുർബാനയും തുടർന്ന് പ്രദക്ഷിണം, തിരുശേഷിപ്പ് വണക്കം എന്നിവയും ഉണ്ടാകും. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ലഹരി വിമുക്ത പെരിഞ്ഞനം എന്ന ലക്ഷ്യത്തോടെ പെരിഞ്ഞനം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പെരിഞ്ഞനം RMVHSS സ്കൂളിൽ നടന്ന ക്യാമ്പയിൻ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ സുവർദ്ധകുമാർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായി ER ഷീല, സായിദ മുത്തുക്കോയ തങ്ങൾ, ഹേമലത രാജ്കുട്ടൻ, സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി തെരുവ് നാടകാവതരണവും ഉണ്ടായിരുന്നു. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, പുകവലി ആരോഗ്യത്തിന് ഹാനികരം. നാടെമ്പാടും ബോർഡുകളും. പെരിഞ്ഞനം പഞ്ചായത്ത് കൃഷിഭവൻ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മിനി, കൃഷി ഓഫീസർ നാനു, പഞ്ചായത്ത് ആസൂത്രണ ഉപാധ്യക്ഷൻ ഡോക്ടർ ഹർഷകുമാർ, CDS ചെയർപേഴ്സൺ നാദിയ ജാസിം ഹൈദർ എന്നിവർ സന്നിഹിതരായിരുന്നു.
നമ്മളെല്ലാം സൈക്കിളും ഒക്കെ നല്ല രീതിയിലൊക്കെ ഇറക്കിയിട്ടുണ്ട്. എന്തായാലും വിത്തും സൈക്കിളും ജൈവ കീടമായിട്ടുള്ള കൃഷിക്ക് ആവശ്യമായിട്ടുള്ള തൈകളും വിത്തുകൾക്ക് ഏറ്റവും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ച ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ലയോട് സംസാരിക്കാൻ എരുമപ്പെട്ടി സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥി ഭഗത് ചന്ദ്രയ്ക്ക് അവസരം ലഭിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുട്ടഞ്ചേരി സ്വദേശി ഡോക്ടർ VC ബിനോജിന്റെയും ദിവ്യയുടെയും മകനാണ് ഭഗത് ചന്ദ്ര. നാളെ തിരുവനന്തപുരം VSSCയിൽ വെച്ച് നടക്കുന്ന ഏകദിന സംവാദത്തിൽ ശുഭാംശു ശുക്ല കുട്ടികളോട് സംവദിക്കും. തൃശൂർ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്ത 10 കുട്ടികളിൽ ഒരാളായാണ് ഭഗത് സംവാദത്തിൽ പങ്കെടുക്കുന്നത്. 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളാണ് സംവാദത്തിൽ ഏർപ്പെടുന്നത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഭഗത് ചന്ദ്ര. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക പ്രദർശനവും ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികളുടെ വായനശാല സന്ദർശനവും സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി സജീവ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് EH സഹീർ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി NS വിദ്യാധരൻ, ഗ്രന്ഥശാല മറ്റത്തൂർ നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ, വായനശാല സെക്രട്ടറി ഷാജു കാവുങ്ങൽ, ഷീന എന്നിവർ സംസാരിച്ചു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാത കുരുതിക്കളമാകുന്നു. നവീകരണം അശാസ്ത്രീയമെന്ന ആരോപണം ശക്തം. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി BM&BC നിലവാരത്തിൽ 105.12 കോടി രൂപ മുടക്കി നവീകരിച്ചതോടെ റോഡ് നന്നായെങ്കിലും റോഡിലെ വളവുകളും തിരിവുകളും മാറിയില്ല. മാത്രമല്ല പ്രധാനപ്പെട്ട പലയിടത്തും വീതിയുമില്ല. ഇതിനോടകം അപകടങ്ങളിൽ നിരവധി പേർക്കാണ് ഈ റോഡിൽ ജീവൻ നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ചേലക്കോട് വെച്ച് സ്കൂട്ടർ കാനയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചതാണ് അവസാന സംഭവം. നിരവധി പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. കൂടാതെ ചേലക്കോട് റോഡിന് വശങ്ങളിൽ സംരക്ഷണ ഭിത്തിയോ ആവശ്യമായിടങ്ങളിൽ കാനകളോ നിർമ്മിച്ചിട്ടില്ല. ഇതുമൂലം ഉയർന്ന ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളവും മണ്ണും മണലും മറ്റും റോഡിലേക്കാണ് ഒഴുകിയെത്തുന്നത്. ഇതെല്ലാം അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് K ശശീധരൻ പറഞ്ഞു. സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ റോഡ് പുനർനിർമ്മിച്ചുവെങ്കിലും പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം സ്കൂട്ടർ മറിഞ്ഞ യുവാവ് മരിച്ചയിടത്ത് നിർമ്മിച്ച കലുങ്കിന് വീതി കുറവാണെന്ന നിർമ്മാണ വേളയിൽ തന്നെ ആരോപണമുണ്ടായിരുന്നതാണ്. ഈ ഭാഗത്തുള്ള വളവ് നിവർത്താനും നിർമ്മാണ കമ്പനി തയ്യാറായില്ലെന്നും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AU അബ്ദുറഹ്മാൻ ആരോപിച്ചു. TCV ന്യൂസ് ചേലക്കര. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് സുഖചികിത്സ തുടങ്ങിയിട്ട് 3.5 പതിറ്റാണ്ട്. ചികിത്സാക്രമം കൊണ്ട് ലോക വെറ്റിനറി ഭൂപടത്തിൽ വരെ ഈ സുഖചികിത്സയ്ക്ക് ഇടം പിടിക്കാനായി. ഗുരുവായൂർ ആനത്താവളം സ്ഥാപിതമായിട്ട് 5 പതിറ്റാണ്ട് തികഞ്ഞുവെങ്കിലും ഇന്ന് കാണുന്ന തരത്തിലുള്ള സുഖചികിത്സയ്ക്ക് 35ാം പിറന്നാളാണ്. സാമൂതിരി രാജാവിന്റെ ഭരണകാലത്തുണ്ടായിരുന്ന ചികിത്സാരീതി 1990കളിലാണ് ശാസ്ത്രീയമാക്കിയത്. ആനകളുടെ ആരോഗ്യ സംരക്ഷണവും ശരീരപുഷ്ടിയുമായിരുന്നു ലക്ഷ്യം. ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ സമീകൃത ആഹാരം ചിട്ടയോടെ നൽകുന്നതാണ് ഗുരുവായൂർ ദേവസ്വത്തിലെ ഗജസുഖ ചികിത്സയുടെ പ്രധാന സവിശേഷത. ആദ്യഘട്ടത്തിൽ ആനകളുടെ രക്തവും എരണ്ടവും ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കും. കരൾ, വൃക്ക എന്നിവയുടെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തും. തുടർന്ന് ആനകൾക്ക് വിരമരുന്ന് നൽകും. പ്രത്യേക ആയുർവേദ ക്രമവും പിന്തുടരും. ഓരോ ആനയുടെയും തൂക്കം, പ്രത്യേകത എന്നിവ കണക്കിലെടുത്താണ് ആഹാരക്രമം തീരുമാനിക്കുന്നത്. അരി, ചെറുപയർ, റാഗി എന്നിവ വേവിച്ച് ചവിനപ്രാശം, അഷ്ടചൂർണം, ധാതുലവണം, മഞ്ഞൾപ്പൊടി എന്നിവ കൂട്ടിക്കലർത്തിയ ഉരുളയായാണ് ആനകൾക്ക് നൽകുന്നത്. വിസ്തരിച്ച തേച്ചുകുളി, വ്യായാമം എന്നിവയും ചികിത്സയുടെ ഭാഗമാണ്. ഈ ചികിത്സാരീതി ആനകളുടെ ആരോഗ്യനിലയിൽ ഗുണപരമായ മാറ്റം ഉണ്ടാക്കിയതായി ആനാ ചികിത്സാ വിദഗ്ധർ വിലയിരുത്തുന്നു. ആനകളുടെ തൂക്കത്തിലും അഴകിലും വലിയ മാറ്റം പ്രകടമാണ്. ഇതിനായി 12.5 ലക്ഷം രൂപയാണ് ചെലവിടുന്നതെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പറഞ്ഞു. ആദ്യ ദിനത്തിൽ എല്ലാ ആനകൾക്കും ചികിത്സ നൽകിയെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ 24 ആനകൾക്കാണ് ചികിത്സ നൽകുക. മദപ്പാടിൽ തളച്ചിരുന്ന 12 ആനകൾക്ക് നീരിൽ നിന്നഴിച്ച ശേഷമാണ് ചികിത്സ നൽകുക. ആന ചികിത്സ വിദഗ്ധന്മാരായ ഡോക്ടർ PB ഗിരിദാസ്, ഡോക്ടർ TS രാജീവ്, ഡോക്ടർ MN ദേവൻ നമ്പൂതിരി, ഡോക്ടർ K വിവേക് തുടങ്ങിയവരാണ് ചികിത്സയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത്. സുഖചികിത്സ ജൂലൈ 30 സമാപിക്കും. TCV ന്യൂസ്, ഗുരുവായൂർ. കൊടുങ്ങല്ലൂർ നഗരത്തിൽ വാഹന പാർക്കിംഗ് കീറാമുട്ടിയായി മാറി. തിരക്കേറിയ നഗരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇടമില്ലാത്ത അവസ്ഥയാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച കെട്ടിടങ്ങളിൽ പലതിലും പാർക്കിംഗ് സൗകര്യമില്ലാത്തതിനാൽ
നഗരത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ തങ്ങളുടെ വാഹനങ്ങൾ റോഡരികിലാണ് നിർത്തിയിടുന്നത്. എന്നാൽ ഇത്തരത്തിൽ നിർത്തുന്ന വാഹനങ്ങൾക്ക് പോലീസ് പിഴ ചുമത്തുന്നത് പതിവാണ്. വർഷങ്ങൾക്ക് മുൻപ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വടക്കേനട മുതൽ ചന്തപ്പുര വരെയുള്ള പ്രദേശത്ത് റോഡരികിലെ പാർക്കിങ്ങിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. വ്യാപകമായ പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് പാർക്കിംഗ് നിരോധനത്തിൽ ഇളവ് വരുത്തി. എന്നാൽ പലപ്പോഴും പോലീസ് വാഹന ഉടമകൾക്ക് പിഴ ചുമത്തുന്നുണ്ട്. മുഗൾ മാളിന് സമീപം വ്യാപാര സ്ഥാപനം നടത്തുന്ന നജീബ് തന്റെ സ്ഥാപനത്തിന് മുന്നിൽ വാഹനം നിർത്തിയതിന് പോലീസ് 4 വട്ടം പിഴ ഈടാക്കിയ സംഭവമുണ്ടായി. 3 പ്രാവശ്യം ഇതിനു മുമ്പ് ഫൈൻ അടിച്ചു. അങ്ങനെ മർച്ചന്റ് വഴിക്ക് നമ്മൾ പോലീസ് ഓഫീസറെ പോയി കണ്ടു. അപ്പോൾ അതിനുശേഷം കുറച്ച് നാളത്തേക്ക് ഫൈൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ 26-ാം തീയതി വീണ്ടും വണ്ടിക്ക് ഫൈൻ അടിച്ചിരിക്കുകയാണ്. ഈ വണ്ടി കിടക്കുന്നത് കടയുടെ മുമ്പിൽ ഉള്ള പാർക്കിങ്ങിലാണ് കിടക്കുന്നത്. മുമ്പ് പണിതിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഒരു കൃത്യമായ രീതിയിലുള്ള പാർക്കിംഗ് ഇല്ലാതെയാണ് കൊടുങ്ങല്ലൂർ ഉള്ളത്. അപ്പോൾ നമ്മുടെ കടയുടെ മുമ്പിൽ തന്നെ ഉള്ള വണ്ടികൾക്കാണ് ഈ ഫൈൻ അടിക്കുന്നത്. ഇത്തരം ഫൈനടി കാരണം വ്യാപാര സ്ഥാപനങ്ങളിൽ വരുന്ന കച്ചവടക്കാർ അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കച്ചവടം കുറയുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. ഇത്തരത്തിൽ നിരവധി പേർക്കാണ് പോലീസ് പിഴ ചുമത്തുന്നത്. പോലീസിന്റെ പിഴ ഭയന്ന് പലരും നഗരത്തിലേക്ക് വാഹനം കൊണ്ടുവരാൻ മടിക്കുന്ന നിലയാണുള്ളത്. നഗരത്തിന് പുറത്തേക്ക് കച്ചവടം വഴിമാറുന്ന അവസ്ഥ ഉടലെടുക്കുമ്പോൾ പാർക്കിംഗ് നിരോധനം കൊടുങ്ങല്ലൂരിന് തലവേദനയായി മാറുകയാണ്. TCV കൊടുങ്ങല്ലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് തുടർച്ചയായ 2ാം ദിനവും സ്വർണ്ണവില ഉയർന്നു. പവന് 360 രൂപ വർദ്ധിച്ച് 72,520 രൂപയിൽ. ഇന്നലെയുമായി പവന് വർദ്ധിച്ചത് 1,200 രൂപ. പാർട്ടി വിടാനുള്ള സാധ്യത അൻവറിനെ നേരത്തെ അറിയിച്ചിരുന്നതായി NK സുധീർ. BJPയിൽ ചേരുമെന്നും നേതാക്കളുമായി ചർച്ച നടത്തിയതായും സുധീർ. മറ്റത്തൂർ കോടാലിയിൽ പഞ്ചായത്ത് ഏറ്റെടുത്ത സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടന്ന് രോഗഭീതി പരത്തുന്നതായി പരാതി. ചെളിവെള്ളത്തിലിറങ്ങി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.